ഇന്നത്തെ പോലെ ഫ്ലാറ്റും കാറൊന്നും അല്ല, ഒരു പവനാണ്. അതിനുവേണ്ടി 6 മാസം സംഗീതമായിട്ട് ഇങ്ങനെ കുറെ മല്ലടിച്ചു. മുഴക്കോല് പോലും കൂടാതെ എന്നെ നിന്നെ ഞാൻ അളന്നിട്ടും പെണ്ണെ എന്നോട് എന്താണ് ഈ ഭാവം, അളന്നിട്ടു പെണ്ണെ എന്നോട് എന്താണ് ഈ ഭാവം, മിനുങ്ങുന്നൊരൻ നുണുങ്ങോളമേ സംഗൃതവമകരി രംഗത്തുങ്കത്തതിങ്കീണ തിങ്കൃത ധൃമികിടമേളം തകതന്തരി സരിഗമ കിടതട്ടക്കിങ്കീണ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൻസർ ഇസ്മായിൽ ചേട്ടനാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്. ഹായ്. ഹലോ. ഈ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹംസധ്വനിയിൽ അവസാനം പാടിയ പാട്ടുകളിൽ ഒന്ന് ഉണ്ട്, പാതിരാ പുള്ളുണർന്നു, ജോൺസൺ മാഷിന്റെ പാട്ട്. നമുക്കത് പാടിയിട്ട് ഹംസധ്വനിയുടെ വിശേഷം പറയാം. അതിന്റെ കുറച്ച് പാടാം. പാതിരാ പുള്ളുണർന്നു, പരൽ മുല്ല കാടുണർന്നു, പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. പാതിരാ പുള്ളുണർന്നു, പരൽ മുല്ല കാടുണർന്നു, പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. ഈ ഹംസധ്വനിയിൽ മധു ബാലകൃഷ്ണൻ ചേട്ടനെയും സുദീപിനെയും അങ്ങനെ കുറേ പേരെ പിന്നിലാക്കിയാണ് ഒന്നാമതെത്തിയത്. നിങ്ങൾ ആരൊക്കെയായിരുന്നു? സുദീപ് ഉണ്ടായിരുന്നു, അതുപോലെ ഗണേശ് സുന്ദരം, റജു, എലിസബത്ത് രാജു, രാജലക്ഷ്മി, പിന്നെ മണികണ്ഠൻ, പിന്നെ ജ്യോതി മേനോൻ, ഗായത്രി അശോക്, ഒത്തിരി ആളുകളുണ്ട്. അന്നത്തെ ചെറുപ്പക്കാര് ഇപ്പോഴും ചെറുപ്പമാണ് കേട്ടോ. അന്നത്തെ പാടി വരുന്ന ആ ഒരു പ്രായം, പാടാനും വലിയ താല്പര്യമാണ്. ഇന്നും താല്പര്യം കുറവെന്നല്ല. നിങ്ങൾ ഗാനമേളകളിൽ പാടുന്നവരെ സെലക്ട് ചെയ്താണ് ഈ ഹംസധ്വനി ദൂരദർശൻ നടത്തിയത്? അതെ അതെ. ഓൾ കേരള തലത്തിൽ ഞാൻ എറണാകുളം CAC ഓർക്കസ്ട്ര, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. 89 കാലം കേട്ടോ. അതുപോലെ കേരളത്തിലെ പല ഭാഗത്തുള്ള ഓർക്കസ്ട്ര ലീഡിങ് സിംഗേഴ്സ്, ഇപ്പോൾ പാലക്കാട് നമ്മുടെ മനോജ് കൃഷ്ണനുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് സുദീപ് ഉണ്ട്, അങ്ങനെ തൃശ്ശൂർ ഗണേശ് സുന്ദരം, അങ്ങനെ കുറേ ആളുകൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പാടുന്നു. അത് ഒരു ചാനൽ അത് മെയിൻലി അത് നോക്കിയിട്ട് അവർക്ക് ഒരു 10-50 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ദൂരദർശൻ അവതരിപ്പിച്ച ഫസ്റ്റ് റിയാലിറ്റി ഷോയാണ്. അതായത് ഈ കാലഘട്ടത്തിലെ റിയാലിറ്റി ഷോകളുടെ ഒരു തുടക്ക ഷോ ആണത്. ദൂരദർശൻ ഇന്നത്തെ പോലെ ഫ്ലാറ്റും കാറൊന്നും അല്ല, ഒരു പവനാണ്. അതിനുവേണ്ടി 6 മാസം സംഗീതമായിട്ട് ഇങ്ങനെ കുറെ മല്ലടിച്ചു. അടിപൊളി പരിപാടിയല്ലേ? യെസ്. ഉണ്ണിച്ചേട്ടനും വിമ്മിയും അറിയുമായിരുന്നത് അന്ന് ആങ്കർ ചെയ്തത്. ജെ വിജയ് മാസ്റ്റർ, അതേപോലെ തന്നെ മനോജ് കേജൻ്റെ അച്ഛൻ സന്തോഷ് വർമ്മ, അതുപോലെ തന്നെ വിദ്യാധരൻ മാസ്റ്റർ, കലൂർ ബാലൻ, ബാലസർ, ഇവരൊക്കെയായിരുന്നു ജഡ്ജിങ് പാനലിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓരോ എപ്പിസോഡിനും ഓരോ വാക്ക്മാനാണ് കിട്ടുന്നത്. ഫൈനലിലാണ് ഈ ഗോൾഡ് മെഡൽ. അതുകൊണ്ട് തന്നെ KR നാരായണൻ സാറിന്റെ മുമ്പിൽ പാടാൻ പറ്റിയത് ഈ റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്തതിന്റെ ഒരു ഓളത്തിലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ 97-ലായിരുന്നു ഇത് വിൻ ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വിന്നർ എന്ന നിലയിൽ ആ സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹംസധ്വനി എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ബാനറിൽ ഇടയ്ക്ക് കുറേ ഷോസൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ഇത് വിൻ ചെയ്തത് കൊണ്ട് തൊട്ടടുത്ത വർഷമായിരുന്നു KR നാരായണൻ, മുൻ രാഷ്ട്രപതി KR നാരായണൻ. അദ്ദേഹം ചെറുപ്പകാലം ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠന സമയത്തൊക്കെ പാട്ട് കവിത എഴുതുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ പത്രമാധ്യമങ്ങൾക്കും അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സ്വീകരണം മാമൻ മാപ്പിള ഹോൾ കോട്ടയത്ത് സ്വീകരണം ലൈവ്. ആ ലൈവിൽ അദ്ദേഹം എഴുതിയ വരികൾ ആരോ പത്രമാധ്യമങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കാവാലം ശ്രീകുമാർ ഈണമിട്ട് അത് സ്റ്റേജിൽ ലൈവായിട്ടൊന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് വെച്ച് അന്നൊരു ചാൻസ് കിട്ടിയതാണ്.
കെ.ആർ. നാരായണൻ സാറിൻ്റെ. അന്നൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ പത്രക്കുറിപ്പ് കണ്ടു. അതെന്തായിരുന്നു ഗിഫ്റ്റ്? അത് ഒരു 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 ചെക്ക്, ചെറിയൊരു ഗിഫ്റ്റ് ഇല്ലേ സാറിൻ്റെ വാങ്ങിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര രസമുള്ളേ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇത് അഫ്സലിക്കയുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ പറയണമെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബത്തിൽ നിങ്ങൾ 10 പേര്, 10 മക്കളാണ് നമ്മൾ. 10 പേരും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിലവിൽ 9 പേരായിരുന്നു. എൻ്റെ നേരെ മൂത്തൊരു ബ്രദർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ നിലവിൽ മൂത്ത ബ്രദർ, അതുപോലത്തെ 5ാമത്തെ ബ്രദറും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എല്ലാവരും കലാകാരന്മാരാണ്. ഫസ്റ്റ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കലാകാരനാണ് ഷക്കീർ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ദാസേട്ടൻ്റെ കൂടെ 12 വർഷക്കാലം റിതം കമ്പോസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹമാണ് അഫ്സലിനെയും ഈ റിതം കമ്പോസർ ആദ്യമായി പഠിപ്പിച്ചത്. അഫ്സൽ അതിന് ശേഷം അത് പഠിച്ചതിന് ശേഷമാണ് പിന്നെ പിന്നണി ഗാനമേളകളും, ഒപ്പം തന്നെ ഗാനമേളയിൽ പാടുന്നുണ്ട്, കമ്പോസർ വായിക്കുന്നുണ്ട്, ഒപ്പം തന്നെ പിന്നണി ഗാനരംഗത്തേക്കും വന്നത്. അച്ഛനാണ് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത്? അച്ഛനാണ് ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത്. അത് ഹിന്ദുസ്ഥാനി കുറച്ച് ടേസ്റ്റുള്ള ഇതാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ടൊക്കെ പോകുമ്പോൾ അതിനന്ന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. അന്ന് കുറച്ച് കർണാട്ടിക്കായിരുന്നു. അങ്ങനെ കുറച്ച് കർണാട്ടിക് പഠിച്ചു. നടേശൻ പള്ളുരുത്തി, അദ്ദേഹത്തിൻ്റെ കീഴിൽ കർണാട്ടിക്കും ഫാദറിൻ്റെ കീഴിൽ കുറച്ച് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചു. ഗാനമേള വേദികളിലേക്ക് കൊണ്ടുവന്നത് ഷക്കീർക്ക, എൻ്റെ 5ാമത്തെ ബ്രദർ. പിന്നെ ഞങ്ങൾ ഒരുപാട് ഒന്നിച്ച് പ്രോഗ്രാം ഞാനും അഫ്സലും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഈ വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീടാണ് അതെ ഒരു പടം എന്ന് പറയുന്നത്. പിന്നെ കൂടാരത്തിലും പാടിയിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാട്ടിൻ്റെ ലിസ്റ്റ് ചോദിച്ച സമയത്ത് ഒളിക്കുന്നുവോ പറഞ്ഞു. ആദ്യം ഒളിക്കുന്നുവോ പാടിയിട്ട് എനിക്ക് ബിജു തിരുമലയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒളിക്കുന്നുവോയിലെ ലിറിക്സ് ഞാൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒളിക്കുന്നുവോ ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചതാണ്. ആ പാട്ട് പാടിയിട്ട് ഞാൻ ആ കാര്യം പറയാം. ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ആവശ്യപ്പെടുന്നൊരു പാട്ടാണ്. അപ്പം അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അത് പാടാന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നാൽ അങ്ങനെ വിടൂല. അതെ, വരികൾ ശ്രദ്ധിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതും കുറച്ചും കൂടി വേണമെങ്കിൽ ലിറിക്സ് നോക്കി പാടാൻ പറ്റില്ല. ഓ ഓ ഓ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കുരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 തളിത്തുമ്പികൾ. പെട്ടെന്ന് ഗാനമേളയ്ക്ക് പോയതുപോലെ ഒരു ഫീൽ വന്നില്ലേ പഴയ കാലഘട്ടത്തില്? അത് പഠിച്ച് വെച്ചത് കൊണ്ട് നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ആ പണ്ട് ഇന്നൊക്കെയല്ലേ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ, അന്നെന്ന് പറഞ്ഞാൽ പാട്ട് പാടലാണ്. ഇപ്പം എവിടെ പാടണമെങ്കിലും ശ്രുതി ചേർത്ത് പാടണം, പിച്ചിൽ പാടണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടങ്ങളാണ് അതിൻ്റെ ബെല്ലിങ്ങും 12 മണിക്കൊക്കെ ആയിരിക്കും പാടണത്, അമ്പലം പള്ളി. ഞാനൊക്കെ ലിറിക്സ് ശ്രദ്ധിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചതാണ്. അപ്പം മുഴക്കോല് പോലും കൂടാതെ എന്നെ നിന്നെ ഞാൻ അളന്നിട്ടും പെണ്ണെ എന്തോ എന്നോട് എന്താണ് ഈ ഭാവം, അളന്നിട്ടു പെണ്ണെ എന്നോട് എന്താണ് ഈ ഭാവം, മിനുങ്ങുന്നൊരൻ നുണുങ്ങോളമേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയില്ലേ സ്കാൻ ചെയ്തെടുക്കുക, എടാ സ്കാൻ ചെയ്യല്ലേ എങ്ങനെയാന്ന് ചോദിക്കില്ലേ, അതാണ് കവി ശരിക്കും ചോദിച്ചിരുന്നത്. അത് ശരിക്കും നമ്മുടെ എഴുത്തുകാരിൽ ഈ കവി അല്ലാതിരുന്നിട്ട് ഏറ്റവും നന്നായിട്ട് പാട്ട് എഴുതിയിട്ടുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പാട്ടിന്റെ കഥ പറയുമ്പോൾ അഫ്സലിക്കയും
അൻസർക്കയും കൂടെ ശരിക്കും ഗൾഫിൽ പോയിട്ട് പരിപാടികൾ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഗൾഫിലെ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു വലിയ പരിപാടിയാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പാട്ട് പാടുക, പലതരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുക. ഞാൻ ആ ക്ലിപ്പിങ്സ് ഒക്കെ, പഴയ പേപ്പർ ക്ലിപ്പിങ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളവിടെ വലിയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് വാർത്ത ഇംഗ്ലീഷും മലയാളം പത്രത്തിലൊക്കെ വരികയാണ്. ബഹ്റൈനിലാണ് ഞങ്ങളൊരു ഷോസിന് അന്ന് പറഞ്ഞല്ലോ ഏതാണെന്നുള്ളത്. അന്ന് സുരേഷ് ഗോപി, പൂജ ഭട്ട് അവരൊരു സാന്നിധ്യത്തിൽ നമ്മൾ ഗസ്റ്റ് അന്ന് ഹംസധ്വനി വിന്നറായതുകൊണ്ടും പിന്നെ അഫ്സൽ അന്ന് തമിഴ് പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടുന്നത്. പിന്നെ ജ്യോതി മേനോൻ അതിലെ വിന്നർ. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ പോകുന്ന പ്രോഗ്രാംസൊക്കെ എവിടെയാണെങ്കിലും ദൈവാധീനം കൊണ്ട് സക്സസ് ആവും. അപ്പം അന്നിങ്ങനെ പരിപാടി നന്നായാലാണല്ലോ അടുത്ത സ്ഥലത്തേക്ക് വിളിക്കണത്. അപ്പം അങ്ങനെ ആ സമയങ്ങളിൽ കുറേ ഗൾഫ് ഷോസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റി. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാനും സാധിച്ചു. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് നമ്മൾ നേരിട്ട് പാട്ട് അവരുടെ മുമ്പിൽ പാടാനും പെട്ടെന്നുള്ളൊരു അപ്രോച്ചിൽ എന്താണ് നമ്മുടെ പാട്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നൊക്കെ. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്, അതാണ് ഒരു പടം. അതിനകത്ത് പാട്ട് മെലഡി. വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ മരണമടഞ്ഞ നമ്മുടെ ജിഷ്ണു രാഘവൻ ചേട്ടൻ്റെ മകൻ വിഷ്ണു അഭിനയിച്ച ഒരു പടമാണ് വലത്തോട്ട്. അത് കലാഭവൻ അൻസാറാണ് അതിൻ്റെ ഡയറക്ടർ. മ്യൂസിക് അതിൻ്റെ ബ്രദർ ഷക്കീറാണ്. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അതിൽ ദൂരെ 2 പാട്ടുണ്ടായില്. അതിൽ ദൂരെ കനലായി എന്ന് തുടങ്ങുന്നൊരു അതാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയത്. ദൂരെ കനലായി എരിയുന്ന സൂര്യൻ, നീറും മനസ്സോടെ തേങ്ങുന്നു ഭൂമി, ശ്യാമമേഘങ്ങൾ ഗതിമാറിയൊഴുകി, സ്നേഹഗീതങ്ങൾ മരുഭൂമിയായി. അങ്ങനൊരു സാഡ് സോങ് ആയിരുന്നു. കൂടാരത്തിലും അപ്പം കൂടാരത്തിൽ ഏറ്റവും വലിയ പടങ്ങൾ കുറച്ച് ആ കാലഘട്ടത്തിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ചില പടങ്ങളൊന്നും മുഴുവനായി പുറത്തിറങ്ങിയില്ല. പാട്ടായിരിക്കുമല്ലോ എപ്പോഴും ആദ്യം ഇറങ്ങുന്നത്. കൂടാരം എന്ന് പറഞ്ഞാൽ കലാഭവമണി. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരിച്ച നമ്മുടെ തിലകൻ ചേട്ടന് വേണ്ടി ഒരു പിന്നണി പാടാൻ സാധിച്ചു. അത് അത്രയും സീനിയറായിട്ടുള്ള, ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അങ്ങനെ അത് വലിയൊരു ആർട്ടിസ്റ്റിന് പിന്നണി പാടാൻ. സാധാരണ ഇന്ന് നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർക്കാണല്ലോ കൂടുതലും ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നണി പാടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പാടണം, മോഹൻലാൽ പാടണം, ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെയുള്ള ആളുകൾ കൂടുതൽ നോക്കണത്. അപ്പോൾ തിലകൻ ചേട്ടന് പാടാൻ പറ്റിയ ഒരു വലിയൊരു ചാൻസ് ആയിരുന്നു അത് കൂടാരത്തില. അതൊരു നാടോടികള ഒരു പാട്ടാണ്. ഞാനിന്മേൽ കളിയാണെന്നും ജീവിതം, വെറുമൊരു ചാൻ വയറിനു വേണ്ടി പിടയും ജീവിതം, ഈ വളയത്തിനുള്ളിൽ കൂടെ വളയത്തിനിടയിൽ കൂടെ മറയാതെ പറയണ ചാടന വാനരന്മാർ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ. അദ്ദേഹം പെറ്റി വായിച്ച് പാടുന്ന ഒരു പാട്ടാണ്. മനസ്സിലായി. പത്രക്കട്ടിങ് വായിക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ ആശ്വാസം എന്ന് പറഞ്ഞിട്ട്, സംഗീതത്തിന്റെ ആശ്വാസം എന്നാണ് സംഗീതം ആശ്വാസം. രോഗികൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ സാന്ത്വനം പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ചെയ്യണ ചെറിയ ചെറിയ ഗ്യാപ്പ്. മിക്കവാറും ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ബിസി ആയിരുന്നു. പിന്നെ അറിയാമല്ലോ കാലഘട്ടങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഒരു കുറേ ഗ്യാപ്പുകൾ വന്നു. അപ്പോൾ നമ്മുടെ സംഗീതം എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കൊരു മേജർ ഷോസ് കിട്ടുമ്പോൾ സ്റ്റേജ് മാത്രമല്ല, റെക്കോർഡിങ് മാത്രമല്ല, ഇതുപോലെ സംഗീതം ആശ്വാസം. സംഗീതം ഒരു ആശ്വാസമാണല്ലോ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് അവരുടെ പെർമിഷനോട് കൂടി കാഷ്വാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി 1.5 മണിക്കൂർ ഒരു കുറച്ച് പാട്ടുകൾ പാടുക. ഒരു കാഷ്വാലിറ്റി ടൈമിന് വന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് പാട്ടുകൾ, പറ്റുമെങ്കിൽ പഴയ കാലഘട്ടത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിരുന്നവരും പാടിയിരുന്നവരും പ്രോഗ്രാം നടത്തിയിരുന്ന ആളുകളൊക്കെയാണ് അന്ന് ആ സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റൽ കിടക്കകളിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ അവരെ മുമ്പിൽ ചെന്ന് അവർക്ക് ഒരിക്കലും നമ്മളൊരു വേദിയിൽ വന്നിരുന്ന് വേദിയിൽ നമ്മുടെ പ്രോഗ്രാം കാണാൻ സാധിക്കില്ല അവർക്ക്.
അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മുമ്പിൽ പാടുക, ആ ഒരു സാന്ത്വനം പോലെ. അതടിപൊളി. അതൊരു മാസത്തിൽ ഓരോ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്താൽ കേരളത്തിൽ അങ്ങോളം പ്രോഗ്രാം ചെയ്തതിൻ്റെ ടൈറ്റിലായിരുന്നു സംഗീതം ആശ്വാസം. പരിപാടി ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മാസത്തിൽ പാടേണ്ട 2-3 പാട്ടുകൾ ഞാൻ ആദ്യം തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് ബാക്കി വെച്ചതെന്ന് വെച്ചാൽ ഒരു 2-3 പാട്ടുകൾ അടുപ്പിച്ച് പാടും. നമ്മൾ ആദ്യം ഏത് പാടും? ഇപ്പോൾ റമദാനാണ്, അപ്പോൾ വ്രതം എടുത്ത് ആയിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ എന്തായാലും റമദാനെ കുറിച്ച് ഓർക്കണമെങ്കിൽ സ്വാഗതം ചെയ്യുന്നു, റമദാനെ നമ്മൾ വെൽക്കം ചെയ്യുന്നൊരു പാട്ട്. എൻ്റെ ബ്രദറിൻ്റെ മകൻ യാസർ അഷ്റഫ് ഇന്നിപ്പോൾ എല്ലാ പ്രോഗ്രാമുകളിലും യാസർ പിന്നണിയിലുണ്ട്. എല്ലാ പിന്നണി ഗായകർക്കും യാസറിൻ്റെ ഓർക്കസ്ട്രേഷനാണ്. അദ്ദേഹം യാസർ ചെയ്ത ഒരു പാട്ട്. സ്വർഗകവാടം തുറക്കുന്നു നാഥൻ സൗഗന്ധിക പൂക്കളാലേ, സ്വർഗകവാടം തുറക്കുന്നു നാഥൻ സൗഗന്ധിക പൂക്കളാലേ, ഖുർആനേകിയ പുണ്യദിനങ്ങളെ പുൽകാനുണരുണരൂ, പുൽകാനുണരുണരൂ, സ്വർഗകവാടം തുറക്കുന്നു നാഥൻ സൗഗന്ധിക പൂക്കളാലേ. എനർജി ലോസ് ആവുന്നതിന് മുമ്പ് അടുത്ത പാട്ടും കൂടെ പാടാം. എൻ്റെ ഫാദറാണ് എന്നെ സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നത്. എന്നെ ആദ്യം ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചതും പാട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നതും. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുറേ ആളുകളുണ്ട്. പാട്ട് പഠിപ്പിച്ചത്, ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത് ഫാദർ SM ഇസ്മായിൽ, ഫാദറിന് ജീവിച്ചിരിപ്പില്ല. അതുപോലെ സംഗീത ലോകത്തേക്ക് ഗാനമേള റെക്കോർഡിംഗ് വേദികളിലൊക്കെ കൊണ്ടുവന്നത് ഷക്കീർ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ ഗാനമേളയിൽ ഒന്നിച്ച് പാടാൻ നമുക്കും നമ്മുടെ കൂടെപ്പിറപ്പ് അഫ്സൽ, പിന്നെ ജ്യേഷ്ഠൻ്റെ മക്കൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് ആദ്യകാലങ്ങളിൽ വീടുകളിലുള്ള പല ഫംഗ്ഷനും അടുത്തൊക്കെയുള്ള ചില പ്രോഗ്രാംസിനൊക്കെ അങ്ങനെ പാടിത്തുടങ്ങി. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഓർമ്മിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഗീത ഇത്ര ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടും കൂടെ. സംഗീതം പഠിപ്പിച്ച ഫാദർ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക് ചെയ്ത ഒരു പാട്ട് കഅബയെക്കുറിച്ചുള്ള. ഇതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വരികൾ ശ്രദ്ധിക്കുമായിരിക്കും. അറഫയിൽ വിടരുന്ന ഭക്തിതൻ പൂക്കൾക്ക് വർണ്ണവ്യത്യാസങ്ങളില്ല, ഹറമിൽ കടക്കുന്ന മാനവഹൃദയത്തിൽ കാമവിദ്വേഷങ്ങളില്ല, കറുത്തവരില്ല വെളുത്തവരില്ല, ദേശങ്ങൾ ഭാഷകളില്ല, ഇവിടെ സുൽത്താനും തെരുവിൻ്റെ പുത്രനും ആദമിൻ സന്തതി മാത്രം, ആദമിൻ സന്തതി മാത്രം. കഅബ മന്ദിര വാതിൽ കലണയും ദുൽഹജ്ജ് മാസമേ വന്നാലും, തൗബയിൽ മുങ്ങിയ ഖൽബുകളഖിലം സംസമിൽ കഴുകിത്തുടച്ചാലും, സംസമിൽ കഴുകി തുടച്ചാലും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഈ പാട്ട് എഴുതിയത് ജമാൽ കൊച്ചങ്ങാടി. പഴയ ഒരു സിനിമ തളിരിട്ട കിനാക്കൾ എന്ന പഴയൊരു സിനിമയുടെ
കഥ തിരക്കഥാകൃത്താണ്. ഉം. അദ്ദേഹം എഴുതി, എൻ്റെ ഫാദർ മ്യൂസിക് ചെയ്ത, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അത് ഞാനാണ് പാടിയത്. അത് ഈ ഒരു പുണ്യനാളിൽ ഓർമ്മ വന്നപ്പോൾ പാടി, ഇത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരുടെയും സിംഗിങ് സ്റ്റൈല് രണ്ട് അതെ, രീതിയിലാണ്. അഫ്സലിക്കയുടെ വേറൊരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ. ഞാൻ അഫ്സലിക്കയുടെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നതാണ് മെഹറുബ. മെഹറുബ. മെഹറുബ മെഹറുബ ഭയങ്കര രസമുള്ള സാധനമാണ്. MJയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ദാസാറിന്റെ ഒക്കെ ഒരു പാട്ട് കേട്ട് വളർന്നതുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ കൂടുതലും ഗാനമേളയിൽ പാടിക്കുന്ന ദാസാറിന്റെ പാട്ടുകളായിരിക്കും അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി പഠിച്ച സമയത്ത് അന്ന് കുറച്ച് പാട്ടുകൾ, റഫി സാബിൻ്റെ പാട്ടുകൾ പാടി. പക്ഷെ അന്നൊന്നും വേദികളില്ല, എവിടെയെങ്കിലൊക്കെ പാടാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കർണാട്ടിക് പഠിച്ചതിന് ശേഷമാണ് പിന്നെ ദാസേട്ടൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്, ആ പാട്ടുകൾ പ്രാക്ടീസ് തുടങ്ങിയത്. കുറച്ചൊക്കെ പാടി അങ്ങനെ ഫലിപ്പിക്കാനുള്ളൊരു ഭാഗ്യവും ആ സമയങ്ങളിൽ കുറച്ച് സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു, ചാനൽ പരിപാടികൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ബ്രഹ്മകമലം പാടാം. അസാധ്യ പാട്ടാണ്. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാധോധരി പാഹിമാം പാഹിമാം പരിപാഹിമാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ. വീണ്ടും ഗാനമേള റീക്രിയേറ്റ് ചെയ്തതിന് നന്ദി. ഇത് പിച്ച് കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്റ്റേജിലാണത് പാടുമ്പോഴേ, വന്ന് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പാടാൻ പറ്റുന്നൊരു ഒരു ഒരു ബാക്കിങ് തരും. നമുക്ക് ഹമ്മിങ് തുടങ്ങും, പാട് കൊടുക്കും. അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പാടും. പെട്ടെന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. ഞാൻ പാട്ടിന്റെ ലിസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്യും. അത് മനസ്സിലായി. ഞാൻ സാധാരണ ഞാൻ പാട്ട് പാടലാണ്. അപ്പൊ പാട്ട് ലിറിക്സോടുകൂടി പാടേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ആയി. അത് പാടണോ എന്താ വെച്ചാൽ ആ പാട്ടുകൾ പറയുമ്പോഴേ എന്റെ തലച്ചോറിൽ പെട്ടെന്ന് ക്ലിക്ക് അടിക്കണ എന്താ പറയാ, ഇന്റർവ്യൂവിന് അത് പാടിക്കാമല്ലോ. ആ സമയങ്ങളിൽ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ആദ്യകാലങ്ങളിൽ സ്റ്റേജിൽ പാടി തുടങ്ങിയ കുറെ പാട്ടുകളിൽ ഒന്നാണ് ഇതിപ്പോ. പിന്നെ സവിതം എന്ന ചിത്രത്തിൽ ആ കാലഘട്ടത്തിൽ പാടി വന്ന സമയത്തൊക്കെ ആനന്ദനും അപ്പുക്കുട്ടനും ആനയുണ്ട്. ആ പാട്ടുകളൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഇതേപോലുള്ള പാട്ടുകളൊക്കെ കൂടുതലും വരുന്നേക്കണം. ഗാനമേളകളിൽ കൂടുതൽ അങ്ങനെ ഒരു സ്ലോ മെലഡിയാണ് നമ്മൾ പാടുന്നത്. അപ്പം ഇതൊക്കെ അന്നിങ്ങനെ കേട്ട് 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 പഠിച്ചിട്ടാണ് അന്ന് പാടുന്നത്. അപ്പം ലിറിക്സും അന്ന് പലരും പറഞ്ഞിട്ട് പിന്നെ ഇന്നാണ് ഞാൻ ഈ ലിറിക്സ് ശ്രദ്ധിക്കണം. കുറേയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാളിന്ന് പാടുമ്പേ വരികൾ നമ്മൾ ഈ പാട്ട് പുനർജനിക്കണേണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ശരിക്കും കൂടി ഒന്ന് പാടി ഫലിപ്പിക്കണേണ്. അതായത് നമ്മൾ ലിറിക്സോട് കൂടി എന്തെങ്കിലും തെറ്റി വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലിറിക്സ് എഴുതുന്ന ആളുകളാണെങ്കിലും മ്യൂസിക് ചെയ്യുന്ന ആളെങ്കിലും സമ്മതിക്കില്ല. അപ്പോൾ പാടുമ്പോൾ തന്നെ പാട്ടിൻ്റെ വരികളും കൂടി കറക്റ്റാക്കി അതുപോലെ ഇപ്പം ഞാനിരിക്കണം നിങ്ങളെ മുമ്പിൽ. കാരണം ട്യൂൺ കിട്ടി, മ്യൂസിക് കിട്ടി, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ വരി തെറ്റിപ്പോകുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ. വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ പാട്ട് പാടുന്ന സമയത്ത് അവള് പറയും, അത് തെറ്റിച്ച് പാടുന്ന എന്തിനാണെന്ന് ചോദിക്കും. നിങ്ങൾ ഈ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് പ്രോഗ്രാമിൽ പറയുന്ന ആളല്ലേ, തെറ്റിച്ച് പാടുന്ന എന്തിനാണെന്ന് ചോദിക്കും. അത് പ്രോഗ്രാമിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കൂല.
അവൾ എന്നെ ഓടിക്കും ലിറിക്സ് തെറ്റിച്ചു കഴിഞ്ഞാൽ വൈഫ്. അത് നമുക്ക് കുറേ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു പാട്ട് നമ്മുടെ മനസ്സിൽ ഓടി വരും, അടുത്ത പാട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ പാട്ടുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ നമുക്കൊരു പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കണം, അതിൻ്റെ മറ്റ് മനോധർമ്മങ്ങൾ, മോഡുലേഷൻ, അതിൻ്റെ മ്യൂസിക്കൊക്കെ ശ്രദ്ധിക്കണോണ്ട് പലപ്പോഴും സംഭവിച്ചു പോകുന്നൊരു കാര്യമാണത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം കൂടെയാണ്. ക്രിയേറ്റേഴ്സ് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പാട്ട് പാടുമ്പോൾ നമ്മൾ പാട്ടുകാരെ ശ്രദ്ധിക്കും, ഒപ്പം തന്നെ അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഴുതിയ, ഇൻസ്ട്രുമെൻ്റ് വായിച്ച ആളുകൾ, അല്ലെങ്കിൽ പാടിയവരെ, മ്യൂസിക് ചെയ്തവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ഈ എഴുതുന്നവരെ നമ്മൾ ഒരു കാരണവശാലും വരികൾ ഉൾപ്പെടുത്തി ചെയ്യാന്ന് പറഞ്ഞാലേ ചില പാട്ടുകളൊക്കെ നമ്മളെ മ്യൂസിക് എങ്ങനെ ഇത്ര കറക്റ്റ് മീറ്ററിൽ ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പാടുമ്പോഴാണ്, നമ്മൾ ആദ്യം പാടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂല, പക്ഷെ അവർ പറഞ്ഞു തരുമ്പോഴാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ ട്യൂണിൽ അവർ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പാടാന്നോത്തുള്ള ദൗത്യമുള്ളൂ. എഴുതിയ ആ മ്യൂസിക്കിലേക്ക് ആ കറക്റ്റ് ആ ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാ ശ്രദ്ധിച്ച് പാടാന്ന് പറഞ്ഞ്. ചില സ്റ്റാൻസിൽ വ്യത്യസ്തതകളുണ്ടാവും. ചില പല്ലവി പോലെ ആയിരിക്കില്ല അനുപല്ലവി, അനുപല്ലവി പോലെ ആയിരിക്കില്ല അതിൻ്റെ മിഡിൽ വരേണ്ടത്. അനുപല്ലവി ശ്രദ്ധിച്ച് വേണം ഈ പാട്ട് പാടാൻ. അപ്പോൾ ഇനി റംസാൻ അനുബന്ധിച്ച് ഒരു പാട്ടും കൂടെ പാടിയിട്ടാണ്. റംസാനിലെ ഇപ്പോൾ പാട്ടുകൾ, ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഉണ്ട് മനസ്സിൽ. അപ്പോൾ നമുക്ക് ആകെ ചുറ്റുലകത്തിലും എത്തനകത്തിരു കത്തണമൈത്തിരു വിത്തനുമത്തിരു മുത്തുനബിയുള്ള ജന്മത് നൂറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളുമുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുള്ള. ആകെ ചുറ്റിലകത്തിലും എത്തനകത്തിരു കത്തണമൈത്തിരു വിത്തരുമത്തിരു മുത്തുനബിയുള്ള ജന്മത് നൂറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളുമുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുള്ള. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി. ഇശുക്കടലിൻ്റെ മോദ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തുളി രാജാത്തി. പൊളിച്ച് ഈ മൂഡ് ആദ്യമേ പിടിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു, പാവം പതിയെ പാടി പൊക്കോട്ടെ എന്ന് വിചാരിച്ചതാ. ഇത് എനർജി ആദ്യമേ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമേ ഇത് പിടിപ്പിക്കില്ല. അല്ല, റമദാന്റെ ഒരു ഇതാണെന്നല്ലോ, ഒരു എപ്പോഴും ഒരു ലാസ്റ്റ് നമ്മൾ മെലഡി പാടി തുടങ്ങും, നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ആകെ ചുറ്റിലൊക്കെ മിസ്രിയെ പാടിക്കാൻ ബ്രഹ്മ കവല പാടുമ്പോ അതിന് എവിടെയോ അതിന്റെ ഇത് പിന്നെ അടിച്ചു പൊളിച്ച് പാടാം. പക്ഷേ ലിറിക്സ് ലിറിക്സ് അതിലുണ്ട് കേട്ടോ. ലിറിക്സ് ഇപ്പോൾ ആകെ ചുറ്റിലൊക്കെ വളരെ ഭയങ്കര ടഫാണ് പാട്ട്. ആകെ പിന്നെ അതുപോലെ സംഗൃതപമകരി തങ്കത്തുങ്ക അതൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് എഴുതിയത്. ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെയാണ് ഈ സംഗൃതപമകരി, ആകെ ചുറ്റിലകം. ഇപ്പോൾ മൂസ എരിഞ്ഞോളി, പഴയ കാലത്തെ മാപ്പിളപ്പാട്ടിന് ചക്രവർത്തിയായിരുന്നു മൂസ, അദ്ദേഹം പാടി മിസ്രിയിലെ രാജൻ. പിന്നെ നമ്മുടെ എൻ്റെ അയൽവാസിയും നമ്മളെയൊക്കെ ഒരു ഗുരുതുല്യനായിട്ട് കാണുന്ന ഉമ്പായി ഗസൽ, നമ്മളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന ആദ്യകാലങ്ങളിൽ നമ്മുടെ ഫാദറൊക്കെ ഉമ്പായിക്കാക്ക് പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ പാട്ടും ചില വേദികളിലൊക്കെ പാടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പിന്നെ കൊച്ചിക്കാരനായതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും പാട്ടുകാരായിരിക്കും. ഇവിടെ നോക്കി പല്ലവി പാടാ, ഇവിടെ നോക്കി അനുപല്ലവി പാടാ, ഇവിടെ നോക്കി ഒന്നും തെറ്റൂല, കൂടെ അവർ പാടും. ഇപ്പം എനിക്ക് ശരിക്കും നിങ്ങളെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഞാനൊരു കൊച്ചിയിലിരുന്ന് ഒരു പാടുന്ന ഒരു ഫീല് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. കാരണം ലിറിക്സ് ഇട്ടാ മീൻസ് നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരാളിരിക്കുമ്പോൾ നമുക്ക് വരികൾ തെറ്റിപ്പോവില്ല. പിന്നെ കുറെ കൂടി നമുക്ക് അത് ഒരു അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പാടുന്ന ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത്. അപ്പോൾ ചില സമയത്ത് ട്യൂണിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരിക്കില്ല നമുക്ക് മറ്റുള്ളവർക്ക് ചില മ്യൂസിക്കിന് ഈണത്തിന് കൊടുക്കണത്. അപ്പോൾ ലിറിക്സും അതുപോലെ തന്നെ മ്യൂസിക്കും ഒരേപോലെ കേൾവിയിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. വരികളിങ്ങനെ മറച്ചു പിടിച്ച് പാടിയാലും സംഗീതം ഒരു
മറ്റേ രീതിയിൽ പാടിയാലും ബുദ്ധിമുട്ടാണ്. എപ്പോഴും പാടുമ്പോൾ വളരെ അന്ന് ഇന്നൊക്കെ ശ്രദ്ധിച്ച് പാടുക എന്നുള്ളതാണ് നമ്മളൊരു ദൗത്യം. ഈ സംസ്കൃത പമകരി അറിയോ? എന്നാ അതും കൊണ്ടൊന്ന് പാടുവോ? സംസ്കൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ജിങ്കൃത ദ്രിമികിട മേളം തകതൻ സരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ തിങ്കൃത ദ്രിമികിട മേളം തകതന്തരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം. ഓ, അവിടെ നിർത്തണ്ടായിരുന്നു തൽക്കാലം. അതിങ്ങനെ സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ തിങ്കൃത ദ്രിമികിട മേളം തകതന്തരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം. സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ തിങ്കൃത ദ്രിമികിട മേളം തകതന്തരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം. പൊളിച്ച്. താങ്ക് യു. ഫിനിഷിങ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നിറഞ്ഞു. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പാട്ടും പാടിയിരിക്കാം. സന്തോഷം. ഇടയ്ക്കൊക്കെ വരണം. ഒരുപാട് ഇൻ്റർവ്യൂസും ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പാട്ട് കേൾവിയിൽ പാട്ട് പാടാനും അതുപോലെ തന്നെ അതല്ലല്ലോ നമ്മളെ പാട്ട് എന്താണ്, പാട്ടിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു പുതിയൊരാൾ ആയി വന്ന് നമ്മൾ വേദിയിൽ പുതിയതായിട്ട് പാടുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും നമുക്ക് ഓരോ പാട്ടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ പറഞ്ഞ പോലെ പാട്ടുകളെ കുറിച്ചുള്ള ജ്ഞാനവും പാട്ടിനെ കുറിച്ച് പല രീതിയിൽ ചോദിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഇത്രയും സമയം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്നാലും അതിപ്പോൾ ഒരു ക്ഷമിക്കുക. എല്ലാവരും ക്ഷമിക്കുക. ഈ പാട്ട് പാടി തന്നില്ലേ, സന്തോഷമായില്ലേ? ഇങ്ങനെ ഒരു വ്രതമായതുകൊണ്ട് പറയാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കാൻ സുഖമാണ്. അതെ അതെ അതെ, അതാണ് ഞാനും അധികം ബുദ്ധിമുട്ടിക്കാത്ത. സമയം കഴിയുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ട്. ശരിക്കും നമ്മുടെ ഉമ്പായിക്കട പാട്ടൊക്കെ ഉണ്ടേ, നമ്മളെ മരണപ്പെട്ടുവല്ലോ ഉമ്പായി. പുള്ളിയൊക്കെ ഒരു നല്ലൊരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒക്കെ പാടിയിരുന്നല്ല. ഞാൻ അഫ്സലൊക്കെ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഗസൽസൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ റഫി സാബിൻ്റെ പാട്ടും പാടുമായിരുന്നു. നമ്മൾ പഴയ ഈ ദാസേട്ടൻ്റെ പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ റഫി സാബിൻ്റെ പാട്ടാണ് പാടിയിരുന്നത്. ആദ്യം എന്നെ ഹിന്ദിയാണ് പഠിപ്പിച്ചത്. പിന്നെ രക്ഷപ്പെടാതെ ആയപ്പോൾ എന്നും മലയാളം പാടിന് രക്ഷപ്പെട്ടെന്നല്ല കേട്ടോ പറയണം. കുറെ ചാൻസുകൾ നമുക്ക് കിട്ടിത്തുടങ്ങി. പിന്നെ ഒക്കെ ഒരു ദൈവാധീനമാണല്ല. നമുക്ക് അന്ന കാലഘട്ടത്തിലുള്ള ഇന്ന് ജഡ്ജിങ് പാനലിലൊക്കെ ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടുമ്പോൾ പറയും, ജഡ്ജസൊക്കെ പറയുമല്ലോ, അടുത്ത എൻ്റെ മൂവിയിൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കും. ഓഡിയൻസിന് ഞാൻ അദ്ദേഹത്തിന് ചാൻസ്. അന്ന് ആരുമില്ല, അങ്ങനെയൊക്കെ പറയാൻ. അന്ന് പറയാൻ ആരുമില്ല. അന്ന് ഇരിക്കണൊക്കെ വിജയ മാസ്റ്റർ, വിദ്യാധരൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്ററൊക്കെയാണ്. അപ്പോൾ അവരൊന്നൊരിക്കലും തരുന്നൊരിക്കലും വിചാരിക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മുമ്പിൽ നിന്ന് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിനൊരു 5 മെഗാ ഫൈനലൊക്കെ കിട്ടി. ആ കാലഘട്ടത്തിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ കിട്ടി. പക്ഷെ ഇന്ന് അന്ന് പാടി 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ള പല ആളുകളും ഇന്ന് പിന്നണി ഗായരംഗത്ത് വളരെ സജീവമാണ്. പക്ഷേ എൻ്റെ ഒരു ഗ്രാഫ് ഭയങ്കര വളരെ മീൻസ് അത് ഞാനും എൻ്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ ഫുൾ ടൈം മ്യൂസിക്കിലല്ല. ഞാനിങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും അങ്ങനെ കുറച്ച് സോഷ്യൽ വർക്കും അങ്ങനെ കുറച്ച് എൻ്റേതായ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഗൾഫിലിടക്ക് പോകും. 10 കൊല്ലത്തെ വിസ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പോവുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓരോ ബിസിനസ്സിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാട്ടാവുക, അതിനുവേണ്ടി ഓടി നടക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. റഫി സാറിനെ കുറിച്ച് പറഞ്ഞിട്ട് പാടാതെ പോകുന്നത്, പാടിക്കാതെ പോകുന്നത് ആരും ക്ഷമിക്കില്ല. ഫാദർ പാടി വന്ന് പഠിപ്പിച്ചിട്ട് റഫി സാബിൻ്റെ പാട്ടാണ്. ആജ്കൽ मैं ढल गया दिन हुआ तमाम तू भी सो जा सो गई रंग भरी शाम आजकल मैं ढल गया दिन हुआ तमाम तू भी सो जा सो गई रंग भरी शाम आजकल मैं ढल गया
सो गया चमन चमन, सो गई कली कली, सो गए हैं सब नजर, सो गई गली गली, सो गया चमन चमन, सो गई कली कली, सो गए हैं सब नजर, सो गई गली गली, नींद कह रही है चाह लेके तेरा नाम, तू भी सो जा, सो गई रंग भरी शाम, आज कल मैं ढल गया, दिन हुआ तमाम, हो കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നില്ലെങ്കിൽ മുഴുവൻ പാട്ട് ഇടുന്നതായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് സീൻ ഇപ്പോൾ മാറി. ഇപ്പോൾ ഡെപ്സി, വേടൻ, ബേബി ജീൻ, ഇങ്ങനെ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിൽ വന്നു കഴിഞ്ഞു. മ്യൂസിക് ബാൻഡ്സും ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പോൾ ഞാനിടയ്ക്ക് അറിവിനോട് സംസാരിക്കുന്ന സമയത്ത്, എൻജോയ് അറിവിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മലയാളത്തിലെ മ്യൂസിക് ബാൻഡ്സിനെയൊക്കെ ഹൈപ്പർ ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു എൻജോയ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ കണ്ടുപിടിച്ചത് ഈ മ്യൂസിക് മോജോയും തൈക്കുടം ബ്രിഡ്ജും ഒക്കെയാണ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ മലയാളി മുമ്പേ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പേ നടന്ന ആളാണ് നിങ്ങൾ ഇളയുന്നില്ല എന്ന് പറഞ്ഞ ബാൻഡ്. യെസ്, അത് ഭയങ്കര ഒരു സംഭവമല്ലേ? 2000 അതിൻ്റെ ആരംഭം. ഞങ്ങൾ 5 സിംഗേഴ്സായിരുന്നു. മനോജ് കൃഷ്ണൻ, പ്രദീപ് ബാബു, കിഷോർ വർമ്മ, സമദ്. ഞങ്ങൾ 5 പേര് ചേർന്ന് പണ്ട് നമ്മളൊരു സിംഗർ എന്ന നിലയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോഴാണ് നമുക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുള്ളൂ. എല്ലാവർക്കും കൂടി ഒരാഴ്ചയിൽ കാണാൻ വേണ്ടി ഒരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ത്രെഡ് കിട്ടിയത്. ഇതിൻ്റെ ഒരു പേരും വലിയൊരു ഹൈലൈറ്റാണിത്. അതായത് നമ്മുടെ മലയാളത്തിലൊരു ചാനൽ ഇളയനില എന്ന് ഇടണതിന് മുമ്പ് ഇതിനൊരു പേര് സജസ്റ്റ് ചെയ്യണമല്ലോ. പല പേരുകളും വന്നിരുന്നു. അപ്പോൾ അഫ്സൽ ഈ പറഞ്ഞ പോലെ ഇളയനില പ്രോഗ്രാമിന് പാടുന്നു. അപ്പോൾ ഇളയനില എന്നൊരു ഒരു അന്യഭാഷയിലുള്ളൊരു പാട്ടിൻ്റെ ഇത് ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മുടെ മലയാളത്തിലൊരു തുടങ്ങി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പേരപ്പം തന്നെ നമ്മൾക്ക് ഇളയനില എന്നുള്ളൊരു ബാൻഡ് 2000 ഞങ്ങൾ കൊടുത്തു. കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്ത് കുറച്ച് പോപ്പുലറായി. ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോകാനും നമുക്ക് സാധിച്ചു. ആ പ്രോഗ്രാം ഫസ്റ്റ് മ്യൂസിക് റിയാലിറ്റി ഷോയും അതുപോലെ മ്യൂസിക് ബാൻഡും നമുക്ക് അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചു. അതൊക്കെയാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ. മുമ്പേ നടന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആദ്യത്തെ ബാൻഡ്, ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോ. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയ തൈക്കുടം ബാൻഡ്, അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കുറേ ഉണ്ടല്ലോ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.